മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പാഠമുണ്ട്. ആ പാഠം ഇതാണ്: സ്കൂളിൽ, കോളേജിൽ, ഏതൊക്കെ തുറയിൽ അവർ പ്രവർത്തിക്കുന്നോ ആ ഇടങ്ങളിലെല്ലാം ഒന്നാമനായി തീരുക എന്നുള്ളത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ്. അവരതിന് വേണ്ടിയിട്ട് ഒന്നാമന്മാരാകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിരിക്കുന്ന അധ്വാനങ്ങൾ, ഭയങ്കരമായിരിക്കുന്ന പരിശ്രമങ്ങൾ, ഭയങ്കരമായിരിക്കുന്ന എഫേർട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജീവിതത്തിൽ എല്ലാവരുടെയും ആഗ്രഹം ഒന്നാമതെത്തുക എന്നുള്ളതാണ്. ഒരു 10 പിള്ളേർ ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുമ്പോഴത്തേക്കും ഒരുത്തൻ പോലും ആഗ്രഹിക്കുന്നില്ല അവൻ 10ാമതെത്തണമെന്ന്. എല്ലാവരുടെയും നെഞ്ചിനുള്ള ആഗ്രഹമെന്ന് പറയുന്നത് ഒന്നാമതെത്തുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പുറകെ പോകാൻ അല്ലെങ്കിൽ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല മനുഷ്യർ. ഏതിടത്ത് പോയാലും നമ്മുടെ തല കാണണം എന്ന് വിചാരിച്ച് മുന്നിൽ കയറി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആൾക്കാർ. ഒന്നാമതെത്തുക, ഏറ്റവും ആദ്യം എത്തുക, മുൻനിരയിലിരിക്കുക, ഇതൊക്കെ മനുഷ്യൻ്റെ ഇച്ഛകളിൽപ്പെടുന്ന, അവൻ്റെ ആഗ്രഹങ്ങളിൽ, അവൻ്റെ അഭിലാഷങ്ങളിൽ കെട്ടിക്കിടക്കുന്ന, അവൻ്റെ സ്വകാര്യമായിരിക്കുന്ന ഒരു ആശയാണ് ഒന്നാമതെത്തുക. ജീവിതത്തിൽ ഒരു സ്കൂളുകളോ ഒരു കോളേജുകളോ ഒരു വീടോ ഒരു കുടുംബമോ ഒരിക്കൽ പോലും കുഞ്ഞുങ്ങളെയോ സഹോദരങ്ങളെയോ രണ്ടാമനായിരിക്കാനായിട്ട് അഭ്യസിപ്പിക്കുന്നില്ല. രണ്ടാമനായി പോകുക എന്നുള്ളത് തന്നെ എല്ലാവർക്കും ലജ്ജാകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. എൻ്റെ കൊച്ചു പുറകിലായി പോയി എന്നുള്ളത് വളരെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു വസ്തുതയാണ്. കുഞ്ഞ് ഒരു പരീക്ഷ എഴുതി തോറ്റുപോയി എന്നുള്ളത്, അല്ലെങ്കിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് അഭിമാനത്തിനേൽക്കുന്ന വലിയ ക്ഷതമായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. നോക്കൂ, ഇങ്ങനെ ഒന്നാമതെത്തണമെന്ന് ശഠിക്കുന്നവർ ജീവിതത്തിൽ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് ഒന്നാമനേക്കാൾ അധികം ദൈവകൃപയും ദൈവിക അഭിഷേകവും ഉള്ളത് രണ്ടാമനാണ്. തിരുവെഴുത്ത് അങ്ങനെയാണ് പ്രിയരെ പറയുന്നത്. ജീവിതത്തിൽ രണ്ടാമനായിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗതിയാണ്. തിരുവെഴുത്ത് പറയുന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളട്ടെ. ആ വാക്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ ഒരുപാട് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെ, എൻ്റെ കൂടെയുള്ള വ്യക്തിയെ, എൻ്റെ സഹപാഠിയെ, എൻ്റെ സഹശുശ്രൂഷകനെ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണമെങ്കിൽ എനിക്ക് ഒന്നാമൻ്റെ മനോഭാവമല്ല വേണ്ടത്, എനിക്ക് രണ്ടാമൻ്റെ മനോഭാവമാണ് വേണ്ടത്. ഒന്നാമൻ്റെ മനോഭാവം, ഞാൻ മുന്നിൽ നിൽക്കണം, എൻ്റെ തല 10 പേര് കാണണം, എന്നെ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ നയിക്കണം എന്നുള്ളതാണ് ഒന്നാമൻ്റെ മനോഭാവമെങ്കിൽ രണ്ടാമൻ്റെ മനോഭാവം അതല്ല. ഞാൻ പുറകിൽ നിന്നാൽ മതി, എന്നേക്കാൾ കഴിവുള്ളവർ, എന്നേക്കാൾ മിടുക്കർ, എന്നേക്കാൾ യോഗ്യതയുള്ളവർ, എന്നേക്കാൾ യോഗ്യന്മാർ ഫ്രണ്ടിലുണ്ട്, അവർ നയിക്കട്ടെ എന്ന് ഒരുത്തൻ പറയണമെങ്കിൽ അവനിലുള്ളത് രണ്ടാമനായിരിക്കാനുള്ള മനോഭാവമാണ്. അതൊരിക്കലും ദാസ്യത്വമല്ല. ഇനി നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാറിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്രിയരെ, അതൊരു ദാസ്യത്വ മനോഭാവമല്ല. രണ്ടാമനായിരിക്കുന്നവനെ മാത്രമേ ദൈവം പിന്നീട് ഒന്നാമതെത്തിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. നീ മനഃപൂർവ്വം രണ്ടാമനായിരിക്കാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നീ അടുത്ത ഒരു തവണയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിന്റെ കൂടെ ചേർത്ത് പറയാൻ കണക്കിന് മറ്റൊരാളില്ലാത്ത തരത്തിൽ ദൈവം തന്നെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന ആ ദൈവിക പദ്ധതിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. 1-2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. അന്നേരം ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മോശയുടെ കൂടെ നടന്ന മനുഷ്യനാണ് യോശുവ. മോശയുടെ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ദൈവം മോശയെ ആക്കി വയ്ക്കുമ്പോൾ വേണമെങ്കിൽ മോശയ്ക്ക് തുല്യനായിട്ട് അഹരോനെയൊക്കെ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അവിടെ യോശുവ എന്ന ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ മോശയുടെ ശുശ്രൂഷകനായിട്ട്, അഥവാ രണ്ടാമനായിരിക്കാൻ അദ്ദേഹം മനസ്സ് വെക്കുകയാണ്. അദ്ദേഹം രണ്ടാമനായിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? മോശ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ ഇനി ആര് നയിക്കുമെന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അതിന് ഒരുത്തന് പോലും ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല. യോശുവയുടെ പേരല്ലാതെ വേറൊരു പേര് ആ ദേശത്ത് മുഴങ്ങിക്കേട്ടില്ല. ഇനി ആരാണ് ജനത്തെ നയിക്കാനായിട്ട് പോകുന്നത്? യോശുവയുടെ പേരല്ലാതെ രണ്ടാമതൊരു പേരെടുത്തു വെക്കാൻ ആൾക്കാർക്കുണ്ടായിരുന്നില്ല.
അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. ഇന്ന് നീ രണ്ടാമനായിരിക്കാൻ ശ്രമിച്ചു നോക്കൂ. നാളെ നിന്റെ പേരല്ലാതെ നിനക്ക് പകരം വേറൊരുത്തൻ്റെ പേര് പറയാൻ കാണത്തില്ല. ആ തരത്തിൽ മാനിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് രണ്ടാമനായിരിക്കുക എന്ന് പറയുന്നത് വല്ലവരുടെയും കീഴിലിരിക്കുക എന്നോ വല്ലവർക്കും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതോ അല്ല ആശയം. വല്ലവർക്കും ദാസ്യത്വത്തിലേക്ക് പോകുക എന്നുള്ളതല്ല അതിൻ്റെ ആശയം. നീ മനഃപൂർവ്വം രണ്ടാമനായിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിനക്ക് തുല്യം നിൽക്കാൻ, നിന്റെ മുമ്പിൽ നിനക്ക് കിടപിടിക്കാൻ, നിന്നോടൊപ്പം നിൽക്കാൻ ഒരുത്തനും ഉണ്ടാകത്തില്ല. കാര്യം അത്രയും ഉയർന്ന തരത്തിൽ രണ്ടാമനായിരുന്ന നിന്നെ ഒന്നാമതെത്തിക്കാൻ ദൈവം മതിയായവനാണ്. മറ്റൊരു വ്യക്തിയാണ് ഏലിയാവും എലീശയും. ഏലിയാവിൻ്റെ കാലഘട്ടത്തിലും വേണമെങ്കിൽ ഏലിയാവിന് തുല്യമായി പരിഗണിക്കാവുന്ന മറ്റാൾക്കാരും ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ ഏലീശ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ പുറകെ നടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഏലിയാവിൻ്റെ പുറകെ നടക്കുകയാണ്. അന്നും ഏലിയാവിന് പ്രവാചക സ്കൂളുകളുണ്ട്. 4 ഇടങ്ങളിലായിട്ട് 800-ലധികം പ്രവാചക ശിഷ്യന്മാർ പഠിക്കുകയാണ്. ഏലീശായെ പോലെ ഏലീശായ്ക്ക് സമപ്രായക്കാരായിരിക്കുന്ന ആൾക്കാർ 800-ലധികം വരുന്ന ആൾക്കാർ 4 ഇടങ്ങളിലായിട്ട് പ്രവാചക സ്കൂളുകളിൽ ഏലിയാവിൻ്റെ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമ്പോൾ ഏലിയാവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് ഒറ്റ പേരെ പറഞ്ഞുള്ളൂ. അത് എലീശയുടെ പേരായിരുന്നു. ബാക്കി 800 പേര് അവിടെ ഉണ്ട്. അവരിൽ ഒരുത്തൻ്റെ പേര് പോലും പറയാതെ ഏലീശായുടെ പേര് ദൈവം എടുത്ത് മുന്നിലേക്ക് വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കൂ, രണ്ടാമനായിരിക്കാൻ കഴിയണമെങ്കിൽ ഒന്നാമനേക്കാൾ അധികം അഭിഷേകം ആവശ്യമാണ് പ്രിയരെ. രണ്ടാമനായിരിക്കണമെങ്കിൽ ഒന്നാമനെ കീഴടങ്ങിയിരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. രണ്ടാമനായിരിക്കണമെങ്കിൽ നിന്നേക്കാൾ മറ്റുള്ളവൻ യോഗ്യനാണെന്ന് എണ്ണാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഇന്ന് സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ആത്മീക ഗോളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്, പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, യുവ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മനോഭാവമാണ്. എല്ലാവർക്കും മുന്നിൽ നിൽക്കണം, എല്ലാവർക്കും പെട്ടെന്ന് നേതാവാകണം, എല്ലാവർക്കും പെട്ടെന്ന് ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങളിലെത്തണം. ആദ്യം രണ്ടാമനായിരിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലമെത്തുമ്പോഴത്തേക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് പകരം വേറൊരുത്തൻ്റെ പേരില്ലാത്തതുപോലെ ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീരും. പത്രോസും യോഹന്നാനും യേശുവിൻ്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികളായിരുന്നു. പക്ഷെ വെളിപ്പാട് പുസ്തകം എഴുതാൻ ഭാഗ്യം ലഭിച്ചത്, സഭയുടെ ഭാവി എന്തായിരിക്കുമെന്ന് ആത്മാവിൽ കാണാൻ കഴിഞ്ഞത് പത്രോസിനല്ലായിരുന്നു, യോഹന്നാനായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പോലും യോഹന്നാൻ തൻ്റെ പേര് പറയാനായിട്ട് മടിച്ചു. പത്രോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ശിഷ്യൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ, ഇങ്ങനെ ചെറിയ ചെറിയ സൂചനകൾ മാത്രമാണ് തന്നെക്കുറിച്ച് യോഹന്നാൻ നൽകിയത്. എപ്പോഴും രണ്ടാമനായിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യൻ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ, വെളിപ്പാട് പുസ്തകം എഴുതാൻ, ഭാവിയിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രാപിപ്പാൻ ദൈവം അവനെ നിയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ത്യോക്യയുടെ സഭയിൽ ബർന്നബാസ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ 5 പേരുടെ പേര് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്ന പേരാണ് പൗലോസിൻ്റെ പേര്. പക്ഷെ സുവിശേഷത്തിൻ്റെ യാത്ര അങ്ങോട്ട് ആരംഭിച്ചപ്പോഴത്തേക്കും ബർന്നബാസിനെ പോലും അട്ടിമറിച്ചിട്ടുകൊണ്ട് 5ാമത് പേര് പറഞ്ഞ പൗലോസ് ഒന്നാമനായി തീർന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, രണ്ടാമനായിരിക്കൂ. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് കർത്താവ് ഒരു അവസരം നൽകുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളുടെ പേര് മാത്രം ഉറക്കെ പറയുന്ന ഒരു ദിവസമുണ്ട്. ആ അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇന്നുള്ള 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പടവെട്ടലുകൾ, ഒന്നാമതെത്താനുള്ള ആ വലിയ പ്രയത്നങ്ങൾ, ഒന്നാമതെത്തിച്ചേരാനുള്ള സകലവിധമായിരിക്കുന്ന ഉദ്യമനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ അവസാനിപ്പിക്കൂ. കർത്താവിൻ്റെ ടേണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. കർത്താവ് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കൂ. അതുകൊണ്ട് രണ്ടാമനായിരിക്കാൻ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.